നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ജൂൺ 16-ാം തീയതിയാണ് ഇത്തവണത്തെ യൂറോ കപ്പിന് തുടക്കമാകുന്നത്. ജർമ്മനിയാണ് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത്. ഈ യൂറോ കപ്പിനുള്ള നെതർലാൻഡ്സ് തങ്ങളുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പരിശീലകനായ റൊണാൾഡോ കൂമാനാണ് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, യൂറോ കപ്പിന് മുന്നോടിയായി 2 സൗഹൃദ മത്സരങ്ങൾ നെതർലാൻഡ്സ് കളിക്കുന്നുണ്ട്. ജൂൺ 7-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് അവരുടെ എതിരാളികൾ. അതുപോലെ തന്നെ ജൂൺ 11-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഐസ്ലാൻഡ് ആണ് അവരുടെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്ക് കൂടിയുള്ള ഒരു സ്ക്വാഡാണ് ഇപ്പോൾ റൊണാൾഡോ കൂമാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ നെതർലൻഡ്സിന്റെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡിയോങ്, അതുപോലെ തന്നെ മെംഫിസ് ഡിപ്പെ എന്നിവരൊക്കെ റൊണാൾഡോ കൂമാൻ തന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നെതർലൻഡ്സിന്റെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് വരുന്നത് ജസ്റ്റിൻ ബൈലോ, അതുപോലെ തന്നെ മാർക്ക് ഫ്ലക്കൻ, അതുപോലെ തന്നെ ബാർട്ട് വർബ്രൂഗൻ എന്നിവരാണ്. ഇനി ഡിഫൻഡർമാരായിക്കൊണ്ട് വരുന്നത് നദാൻ എക്കെ, ഡാലി ബ്ലൈൻഡ്, അതുപോലെ തന്നെ സ്റ്റെഫാൻ ഡിവ്രൈ, അതുപോലെ തന്നെ ലക്ഷറൽ ഗീർട്രൂഡ, ഡെൻസൽ ഡംഫ്രിങ്സ്, മത്യാസ് ഡിലൈറ്റ്, ജെറമി ഫ്രിംപോങ്, അതുപോലെ തന്നെ മിക്കി വാൻ ഡീവൻ, അതുപോലെ തന്നെ വിർജിൽ വാൻഡേക്ക് എന്നിവരാണ് പ്രതിരോധ നിരയിൽ വരുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാഴ്സലോണ താരമായ ഫ്രങ്കി ഡിയോങ് അവിടെയുണ്ട്, റയാൻ ഗ്രാവൻബെർച്ച്, അതുപോലെ തന്നെ കൂപ്പ് മൈനേഴ്സ്, റൈൻഡേഴ്സ്, അതുപോലെ തന്നെ ജെർഡി ഷൂട്ടൻ, സാവി സിമൺസ്, അതുപോലെ തന്നെ ജോയ് വീർമാൻ, ജോർജിനിയോ വൈനാൾഡം എന്നിവരൊക്കെ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റീവൻ ബെർഗ്വിൻ, ബ്രയാൻ ബ്രോബി, മെംഫിസ് ഡിപ്പായ്, കോഡി ഗാക്പോ, അതുപോലെ തന്നെ ഡോണിൽ മലേൻ, അതുപോലെ തന്നെ വൂട്ട് വെഗോസ്റ്റ് എന്നിവരാണ് ഇടം നേടിയിട്ടുള്ളത്. ഒരു താരനിബിഡമായ ഒരു ടീമിനെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെതർലൻഡ്സ് ഈ ഒരു ടൂർണമെന്റിന് വേണ്ടി വരുന്നത്. വളരെ കാലമായി അവർക്ക് കിരീടം നേടാൻ, യൂറോ കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വിരാമം കുറിക്കാൻ റൊണാൾഡോ കൂമാന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഗ്രൂപ്പ് ഘട്ടത്തിൽ പോളണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസ്, ഓസ്ട്രിയ എന്നിവരെയാണ് ഹോളണ്ടിന് നേരിടേണ്ടി വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.